പ്രണയം എന്ന് പറയുന്നത് പബ്ലിക്കാണ്. എന്തും ചെയ്യാമെന്നുള്ള ഇപ്പോൾ തന്നെ കാണുന്നില്ലേ. ഇപ്പോൾ ഈ രണ്ട് കുട്ടികൾ ഇപ്പോൾ ഏകദേശം 10ാം ക്ലാസ് വരെ അവർ തികഞ്ഞിട്ടില്ല. ഏകദേശം അവർക്ക് പക്വത ആകുന്ന സമയമാകുന്നത്രേ ഉള്ളൂ. അതിന് മുന്നേ അവർ പ്രണയം തുടങ്ങി. ഇപ്പോൾ മുത്തം വെക്കുന്നതാണെങ്കിലും കിസ് അടിക്കുന്നതാണെങ്കിലും അവളെ ചങ്ങാതി കൂട്ടിന് ആള് വരുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് കൂടെയുള്ള ഒരു ചങ്ങാതിന് മുന്നിൽ നിർത്തി ആ ചങ്ങാതിയുടെ മുന്നിൽ തന്നെ അവർ കിസ് ചെയ്യുന്നത് ചിലപ്പോൾ നമ്മൾ കാണുന്ന ഞങ്ങൾക്കൊരു തമാശ രീതിയാണെങ്കിലും ഇത് എത്രയോ സീരിയസ് ആയ ഒരു കാര്യമാണ്. അവർക്ക് കാവൽ നിൽക്കുന്ന ആ പെൺകുട്ടി പിറ്റേന്ന് ഒരു ദിവസം വേറെ എനിക്കൊരു കാമുകനെയും വേണം, എനിക്ക് ഇവൾ ചെയ്യുന്നത് പോലെ ചെയ്യാൻ. കുറച്ച് കഴിഞ്ഞാൽ അവൾക്കും ആഗ്രഹം വരും. അതപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഇവള് കാവലിക്കും. ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഇപ്പോൾ കോളേജിൽ പഠിക്കുന്ന ടീം തന്നെ, നല്ല പ്രായവും പക്വതയായ ടീം, കോളേജിൽ പഠിക്കുന്ന പെൺപിള്ളേർ, ആൺകുട്ടികൾ പരസ്യമായി ഇപ്പോൾ മദ്യപിക്കുകയാണ്. ഈ ക്യാമറയിൽ പതിപ്പിക്കുന്ന ആൾ ചുമ്മാ വെറുതെ ഒരു നേരം പോക്കിന് പതിപ്പിക്കുന്നതല്ല. അവർക്ക് ഈ രംഗം കണ്ടിട്ട് ഇപ്പോൾ പല ലഹരികളും ഇപ്പോൾ വിപുലമായി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. വളരെ ദയനീയമായി തോന്നിയത് കൊണ്ടാണ് നാലാളെ അറിയിക്കണമെന്ന്. എത്രത്തോളം വേദനകരമായ കാര്യമാണ് ഇത്. അവരവരുടെ മാതാപിതാക്കളെ ഈ വീഡിയോ എത്തിയാൽ അവർക്കറിയണം എൻ്റെ മക്കളിങ്ങനെ നശിച്ചു പോകുന്നുണ്ട്. എൻ്റെ മക്കൾ പഠിക്കുന്നത് വിദ്യാഭ്യാസത്തിന് വേണ്ടിയല്ല. മക്കളെന്താ ഇങ്ങനെ വീഡിയോ വിഷ്വൽസ് കാണുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവും. ആരെയും വേദനിപ്പിക്കാനോ ഇതാക്കാനോ വേണ്ടി ചെയ്യുന്ന വീഡിയോ അല്ലേ ഇത്. പക്ഷെ നമ്മളെ മാതാപിതാക്കളാണ്, ഇവരെ മാതാപിതാക്കൾ, അമ്മയും അച്ഛനും മോശമായ രീതിയിൽ കൊണ്ടുപോകുന്നതെന്ന് ഞാൻ പറയും. കാരണം ഇവരെ നന്നായി നോക്കുന്നില്ല. അതുകൊണ്ട് എല്ലാ മാതാപിതാക്കളും സ്വന്തം മക്കളെ, പെൺകുട്ടികൾ തന്നെ, അത് ആൺകുട്ടിയായാലും ശരി പെൺകുട്ടിയായാലും ശരി, എന്ത് ചെയ്യുന്നു, എവിടെ പോകുന്നു, ഒരു സ്കൂൾ വിട്ട് നേരത്തെ വരുന്നുണ്ടോ, വേറൊരാൾ ഏൽപ്പിച്ച് അവൾക്ക് പ്രേമമുണ്ടോ, ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ, അവൾ നന്നായി പഠിക്കുന്നുണ്ടോ, വെറുതെ യൂണിഫോമും തയ്ച്ചു കൊടുത്ത് ബുക്കെല്ലാം വാങ്ങിക്കൊടുത്ത് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് പറഞ്ഞങ്ങനെ സ്കൂൾ അയച്ചിട്ട് കാര്യമില്ല. നമ്മളെ മക്കൾ ഇപ്പം പൊതുവെ പെൺകുട്ടികൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാലഘട്ടമാണ്. മോശമായാൽ പിന്നെ ആ മോശ രീതിയിൽ തന്നെയാണ് ഈ കാലഘട്ടത്തിലേക്ക് ആ പെൺകുട്ടി പോയിക്കൊണ്ടേയിരിക്കുന്നത്. പിതാവിന് ഫ്രീ ഉള്ള സമയത്താണെങ്കിൽ പെൺമക്കളെ പെട്ടെന്ന് ഒരു വണ്ടിയും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ പെൺമക്കളെ പെട്ടെന്ന് സ്കൂൾ വിട്ട് കൂട്ടി വന്ന് വീട്ടിലേക്ക് അടക്കി വെക്കുക. അല്ലെങ്കിൽ ഞങ്ങളെ മക്കൾ ദോഷമായി പോകുന്ന രീതി ഞങ്ങൾ കൊണ്ട് തന്നെയാണെന്നുള്ള ചിന്താബോധം, കുറ്റബോധം നിങ്ങൾക്ക് വഴി ഉണ്ടാകാൻ പാടില്ല. അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. 96 കാലഘട്ടത്തിലെന്ന് വെച്ചാൽ പൊതുവെ അവർക്ക് പഠിപ്പ് കുറവായിരിക്കും. പക്ഷേ അവർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സ്പോർട്സ്മാൻ സ്പിരിറ്റ്. രണ്ടാമത് ഉച്ച ടൈം കന്നിക്കും പയറിനും മാത്രം ടൈം പാസ്സാക്കിയ മനസ്സ് വെച്ച് കുറേ ആൾക്കാരുണ്ട്. പ്രണയം എന്ന് പറയുന്നത് രഹസ്യമായിട്ട് ചെയ്യുന്നതല്ലാതെ പരസ്യമായിട്ട് ഇതുവരെ റോട്ടിൽ നിന്നും ആ കാലഘട്ടത്തിൽ വെച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഏറ്റവും കൂടുതൽ കുറവാണ്. ഭയമുണ്ടായിരുന്നു, വീട്ടുകാരെ ഭയമുണ്ടായിരുന്നു. ആ പ്രായത്തിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ട ആളെ നിങ്ങളെ മാതാവിനോട് സംസാരിക്കുക. കുട്ടികൾ എന്ന് പറയുന്നത് നല്ലവണ്ണം പഠിക്കുക, നല്ലവണ്ണം അറിവ് നേടുക, നല്ല ജോലി നേടുക. അതിലല്ലാതെ അതുവരെ നിങ്ങൾ ഒരാളെയും പ്രണയിക്കാതെ നിങ്ങൾക്ക് പ്രായപരിധി ആകുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ, എനിക്ക് മെച്യൂരിറ്റി ആയിട്ട് തോന്നുന്നു, എന്നെ നോക്കുന്ന, എന്നെ നല്ലവണ്ണം കെയർ ചെയ്യുന്ന ഒരാളെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളെ മാതാപിതാക്കൾ തന്നെ നല്ലവണ്ണം അന്വേഷിച്ച് ചെക്കനെങ്ങനെയാണ്, ആ പെണ്ണെങ്ങനെയാണ് നല്ലവണ്ണം അന്വേഷിച്ച് ആ തറവാട് നോക്കി, നല്ല കുടുംബം നോക്കി, അങ്ങനെ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളെ മാതാപിതാക്കൾ തന്നെ നല്ല ഒരാളെ തന്നെ കൊണ്ടുവരുന്നതാണ്. ദയനീയമായ മോശം രീതിയിൽ വ്യഭിചരിക്കുന്ന രീതിയിൽ പോകരുതെന്ന് മാത്രം ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നു.